എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമുക്കിന്ന് മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കാൻ പോവുകയാണ്. നല്ലൊരു കടുമാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. 2 ദിവസം മുന്നേ ഇവിടെ മഴയൊക്കെ പെയ്തപ്പോൾ മാവിൻ്റെ കൊമ്പൊക്കെ പൊട്ടി വീണിട്ട് കുറേ മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഉപ്പിലിട്ട് വെക്കാം. ഇത്രയും മാങ്ങയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. കുറച്ച് കേട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റി എന്നിട്ട് ഇത്രയും മാങ്ങ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായി കഴുകിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഈ തുണി കൊണ്ട് ഒപ്പിയിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ടും കളഞ്ഞിട്ട് വേണം നമുക്കത് ഉപ്പിലിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭരണി കുറേ ആയി ഇപ്പോൾ ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉപ്പിൽ ഇട്ട് വെക്കാം. ഇത് നന്നായി തോർത്തിയെടുക്കട്ടെ, വെള്ളമൊക്കെ നന്നായി ഒപ്പിയെടുക്കണം. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ അത് തുണി വെച്ചിട്ട് തുടച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഒട്ടും വെള്ളമില്ല, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഈ ഉപ്പ് മാത്രം ഇതിൽ ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പും മാങ്ങി ഓരോ ലെയറായിട്ട് ഇട്ട് വയ്ക്കുക. കല്ലുപ്പ് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മാങ്ങയും കല്ലുപ്പും കൂടിയിട്ട് ലെയറാക്കിയിട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ. അതിനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് കാണണേ. മാങ്ങ കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക വെട്ടി കേട്ടോ. അങ്ങനെ ചക്കയും മാങ്ങയും കാലാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചക്കപ്പുഴുക്കും കൂടി ഉണ്ടാക്കാം. മാങ്ങ അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചക്കയൊക്കെ റെഡിയാക്കിയിട്ട് ഇതേപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു വിസിലെടുത്തിട്ട് വേവിച്ചിടാം. അങ്ങനെ അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വേവിച്ച് വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് വന്നു. ഇപ്പോൾ സമയം ഒരു 3:30 ആയി കേട്ടോ. ഇപ്പോഴാണ് അപ്പുറം ഉറങ്ങിയത്. അപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നത്. ഇനി നമുക്കതിൽ കുറച്ച് അരപ്പൊക്കെ ചേർക്കാനുണ്ട്. തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കുരുമുളക് ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഈ ചക്കയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നനയ്ക്കൽ രാവിലെ മോട്ടർ ഇട്ടതാണ്, പൈപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോണ കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് നനയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നനയ്ക്കാൻ പോവാം. നമ്മുടെ ചക്കയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, അതുപോലെ തന്നെ കൂടി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ നമുക്ക്. അതുപോലെ കുരുമുളക് ഇടാൻ മറന്നു പോയിട്ടാ കേട്ടോ. പച്ചമുളക് തീരെ എരിവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് നമ്മുടെ പച്ചമുളകാണ്. ഞാനിപ്പോൾ പോയി പൊട്ടിച്ച് കൊടുക്കുന്ന പച്ചമുളകാണ്. നല്ല വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ തീരെ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അതുകൊണ്ടാണ് 4 എടുത്തിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം ചതച്ചെടുത്തിട്ട് നമ്മുടെ ഈ ചക്കയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു ആവി കയറ്റി. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെച്ചാൽ ആ സമയത്ത് ഇട്ടാൽ മതി. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുക. നല്ല അടിപൊളി ചക്കപ്പുഴുക്കായി കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചായയും വെച്ചു. അപ്പോൾ ചായയും തിളച്ചു. പക്ഷേ ചായ ഇവിടെ കൂടെ കഴിക്കാനുള്ളതല്ല കേട്ടോ. ഇപ്പോൾ ചക്കപ്പുഴുക്ക് അത് വൈകുന്നേരത്ത് കഴിക്കാനുള്ളതാണ്. അപ്പോൾ നനയ്ക്കാനൊക്കെ പകുതിയല്ലേ നനച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും നനയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും ഭാഗം ഇനി നനയ്ക്കാൻ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നനയ്ക്കൽ കഴിയണപ്പോൾ ഒരു 4:30 സമയം 6 മണിയാകുമ്പോഴേക്കും നനയ്ക്കൽ കഴിയാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അതൊക്കെ കഴിഞ്ഞു. സമയം ഒരു 6:30 കേട്ടോ. അപ്പോൾ ഉണ്ണേട്ടൻ വന്നപ്പോൾ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തണ്ണിമത്തൻ മുറിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ചക്കപ്പുഴുക്ക് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളിയൊക്കെ വഴറ്റി ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ചിക്കൻ വെക്കാം. ചിക്കൻ റെഡിയായി. ചക്കപ്പുഴുക്കും ചോറും പപ്പടവും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കഴിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.